സുരേഷ് ഗോപിയെ എംപിയെ വാനോളം പുകഴ്ത്തി തൃശൂർ മേയർ MK വർഗീസ് വീണ്ടും വിവാദത്തിലെത്തിയിരിക്കുകയാണ്. മേയർക്കൊപ്പം വേദി പങ്കിട്ട സുരേഷ് ഗോപി തിരിച്ചും പുകഴ്ത്തിയതോടെ വെട്ടിലായത് CPM നേതൃത്വം. ഇതോടെ മേയറെ മാറ്റണമെന്ന ആവശ്യം ഘടിപ്പിക്കാൻ CPIയുടെ തീരുമാനം. തൃശൂരിൽ മേയറും BJP MPയും തോളോട് തോൾ ചേരവേ CPMലും അതൃപ്തി പുകയുകയാണ്. അയ്യന്തോളിൽ വെൽനസ് സെന്റർ ഉദ്ഘാടനത്തിനിടെയാണ് CPMന്റെ എതിർപ്പ് അവഗണിച്ച് മേയർ സുരേഷ് ഗോപിയെ വീണ്ടും പുകഴ്ത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ സുരേഷ് ഗോപി തൃശൂരിന് ഫിറ്റാണെന്ന മേയറുടെ പരാമർശം CPIയെ ചൊടിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥി സുനിൽകുമാർ തോൽക്കുകയും സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തതോടെ എതിർപ്പ് പാരമ്യത്തിലായി. മേയറെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് CPMന് CPI നേതൃത്വം കത്ത് നൽകി. എന്നാൽ ഇത്തരം നിലപാടിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന നിർദ്ദേശം നൽകുകയല്ലാതെ ശക്തമായ നടപടിക്ക് CPM മുതിർന്നില്ല. ഈ നിർദ്ദേശം മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്ന സന്ദേശമാണ് പുതിയ നീക്കത്തിലൂടെ വർഗീസ് നൽകുന്നത്. മേയറുടെ നിലപാട് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തുവെന്ന വിലയിരുത്തലാണ് BJP നേതൃത്വം. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDFനും LDFനും തുല്യ സീറ്റുകൾ ലഭിച്ചതോടെയാണ് കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച MK വർഗീസ് LDFനൊപ്പം ചേർന്ന് മേയറായത്. വർഗീസിനെ കൈവിട്ടാൽ ഭരണം നഷ്ടമാകുമെന്ന തിരിച്ചറിവാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് CPMനെ പിന്തിരിപ്പിക്കുന്നത്. എന്നാൽ സംസ്ഥാന തലത്തിലുള്ള ധാരണ പ്രകാരം തുടർ വർഷങ്ങളിൽ തങ്ങൾക്ക് മേയർ സ്ഥാനം വെച്ചുമാറണമെന്ന ആവശ്യമുന്നയിച്ച് വർഗീസിനെ നീക്കാനുള്ള ആലോചനയിലാണ് CPI നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ സീറ്റ് ലക്ഷ്യം വെച്ചാണ് വർഗീസ് BJPയോട് അടുക്കുന്നതെന്ന് കരുതുന്നവരുണ്ട്. ക്രിസ്ത്യൻ വോട്ടിൻ്റെ കരുത്തിലാണ് ഇത്തവണ സുരേഷ് ഗോപിയുടെ വിജയം. ഇതേ ഫോർമുല തുടർ തെരഞ്ഞെടുപ്പുകളിലും സമർത്ഥമായി ഉപയോഗിക്കാനാണ് BJPയുടെ ധാരണ. ഈ സാഹചര്യത്തിൽ സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മേയർ CPMന് വഴങ്ങാതെ സുരേഷ് ഗോപി സ്തുതിയുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് വിലയിരുത്തൽ. മേയർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ്. തൃശൂരിൻ്റെ വികസനത്തിനായി വലിയ സംരംഭങ്ങൾ തുടങ്ങാൻ സുരേഷ് ഗോപി തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുരേഷ് ഗോപിയുടെ മനസ്സിൽ വലിയ പദ്ധതികളുണ്ട്, അതെല്ലാം നടപ്പാക്കണം. തൃശൂരിനും കേരളത്തിനും യോജിച്ച പദ്ധതികൾ കൊണ്ടുവരണം. തൃശൂർ മേയറുടെ രാഷ്ട്രീയം പൂർണ്ണമായും വേറെയാണെന്നതിനെ ബഹുമാനിക്കുന്നു. രാഷ്ട്രീയം മറന്ന് ന്യായമായ വികസനം ജനങ്ങളുടെ സഖ്യത്തിലേക്ക് എത്തിച്ച മേയറോട് ബഹുമാനമുണ്ട്. മേയറെ സ്നേഹിക്കാനും ആദരിക്കാനുമാണ് തനിക്ക് തോന്നുന്നത്. ഒറ്റതിരിഞ്ഞ് മേയറെ ആക്രമിക്കുന്നവർക്ക് ജനം മറുപടി നൽകണം എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ CPM നേതൃത്വത്തിൻ്റെ അറിവോടെ രൂപപ്പെട്ട BJP ബാന്ധവമാണ് മേയർ ഇപ്പോഴും തുടരുന്നതെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ ആരോപിച്ചു. ലാവ്ലിൻ കേസിൽ അടക്കം കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നീക്കത്തിനായി CPM നിയോഗിച്ച ദൂതന്മാരാണ് EP ജയരാജനും തൃശൂർ മേയർ MK വർഗീസും എന്നാണ് കോൺഗ്രസ് പറയുന്നത്.